100 തൊട്ടിരിക്കുന്നു, സെഞ്ചുറി. എന്തായാലും UDF വി.ഡി. സതീശൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് 100 സീറ്റ് നേടി അധികാരത്തിൽ വരും എന്ന് വി.ഡി. സതീശൻ പറഞ്ഞ ആ വാക്കിലേക്ക് എത്തിയിരിക്കുന്നു. 100 സീറ്റിലേക്ക് UDFന്റെ ലീഡ് എത്തിയിരിക്കുകയാണ്. എന്തായാലും ആദ്യമായി ഇത് 100ലേക്ക് 3 അക്കം തികച്ചിരിക്കുന്നു. UDFന്റെ ലീഡ് 100ലേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു മുന്നേറ്റം, നമുക്ക് ആ ട്രെൻഡ് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റം. തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആ ലീഡ് അത് നമുക്കിവിടെ കാണാം. 100ലേക്ക്, സെഞ്ചുറിയിലേക്ക് UDFന്റെ ലീഡ് എത്തിയിരിക്കുന്നു. 39 സീറ്റിലേക്ക് ഇടതുപക്ഷം 39 സീറ്റിലേക്ക് വീണിരിക്കുന്നു. നമുക്കറിയാം UDFന്റെ ആഘോഷം കാണുകയാണ്. സീറ്റുകൾ സമ്മാനിച്ച UDFന് കൈകളിൽ കേരളം, ഇവിടെയുള്ള ജനങ്ങൾ കൊടുത്തിരിക്കുകയാണ് UDFന്റെ കൈകളിലേക്ക് 100 സീറ്റ് സമ്മാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ആ മുഴങ്ങുന്നത് നമുക്കറിയാം. കൈപ്പത്തിക്ക് സെഞ്ചുറി അടിച്ചിരിക്കുന്നു. എന്തായാലും 100 സീറ്റിലേക്ക് UDF എത്തുന്നു. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് 10 വർഷത്തെ ഭരണദാരിദ്ര്യം അവസാനിച്ചു കഴിഞ്ഞു. 100 സീറ്റിലേക്ക് സെഞ്ചുറി അടിച്ചിരിക്കുന്നു. ഈ നിലയിലാണ് ലീഡ് നില, ഈ നിലയിലാണ് ഈ സീറ്റുകൾ പോകുന്നത് എങ്കിൽ ഇത് ഭരണവിരുദ്ധ വികാരം എന്നത് മാത്രമല്ല, അത് ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന CPIMന് നൽകുന്ന കനത്ത തിരിച്ചടി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പിണറായി വിജയനും കൂടി ഉത്തരം പറയേണ്ട കാര്യമായി അത് മാറുകയാണ്. 3 അക്ക സംഖ്യയിലേക്ക് ലീഡ് മാറുകയാണ്. 3 അക്ക സംഖ്യയിലേക്ക് 100 സീറ്റിലേക്ക് UDF എത്തിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് രാഷ്ട്രീയ വനവാസം പോലും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സതീശൻ അദ്ദേഹം ഒരു വിക്ടറി ചിഹ്നമല്ലേ കാണിച്ചത്. എന്തായാലും ഇന്ന് പ്രതികരിക്കാം എന്ന് തന്നെയായിരുന്നു എത്തുകയാണെന്ന് തോന്നുന്നു. അത് ചെന്നിത്തല എടുത്തുയർത്തിക്കൊണ്ട് പ്രവർത്തകർ വരികയാണ്. വലിയ ആവേശത്തോടെ വിജയം ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷം നേതാക്കൾ പ്രവർത്തകർക്ക് ഇടയിലേക്ക് ഇറങ്ങുകയാണ്. വലിയ ആവേശം തിരുവനന്തപുരത്ത് കാണാം. മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ പറഞ്ഞപ്പോൾ ഈ സീറ്റ് മാറ്റിക്കൊണ്ട് വി.ഡി. സതീശന് ഈ കസേര വെച്ച് കൊടുക്കുന്ന ആ ഗ്രാഫിക്സിൽ വ്യക്തമാണ്. ഇനി 100ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വി.ഡി. സതീശന് ഒരു എതിരാളിയൊന്നും ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരേണ്ടതില്ല. അത്രമാത്രം ആ വിശ്വാസം പ്രവർത്തകർക്ക് നൽകിയ നേതാവാണ് വി.ഡി. സതീശൻ എന്ന കാര്യം